നിങ്ങൾ അവളെ സഹായിക്കാറുണ്ടോ എന്ന് കിട്ടി. ഓക്കെ, മറ്റൊരു സെൻസ് നോക്കാം. ദേ ഹെൽപ്ഡ് ഹർ. ഹെൽപ്ഡ് എന്ന വാക്ക് പാസ്റ്റ് ടെൻസ് ആണ്. വെർബിന്റെ സെക്കൻഡ് ഫോം ഹെൽപ്ഡ്. ഇവിടെയും ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ വെർബിനെ ഡിവൈഡ് ചെയ്യും. ഹെൽപ്ഡ് ഈസ് ഈക്വൽ ടു ഡിഡ് ഹെൽപ്പ്. ഹെൽപ്ഡ് ഈസ് ഈക്വൽ ടു ഡിഡ് ഹെൽപ്പ് ആണ്. നൗ വി ഗോട്ട് എ ഹെൽപ്പിംഗ് വെർബ്. ഹെൽപ്പിംഗ് വെർബ് കിട്ടി. ഡിഡ് ഹെൽപ്പിംഗ് വെർബിന് ശേഷം എന്ത് വരണം? സബ്ജക്റ്റ് വരണം. ഈ സെൻസിന്റെ സബ്ജക്റ്റ് ഏതാണ്? ദേ ആണ്. ഡിഡ് ദേ. ആ സബ്ജക്റ്റിന് ശേഷം ഏത് വരണം? വെർബ് വരണം. ഹെൽപ്പ്. നമ്മളിവിടെ ഹെൽപ്ഡ് എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ ഡിഡ് ഹെൽപ്പ് ഇത് ഓൾറെഡി അപ്പം ബാക്കി വരുന്നത് എന്താണ്? ഹെൽപ്പ് എന്ന് മാത്രമേ വരുള്ളൂ. ഡിഡ് ദേ ഹെൽപ്പ് ഹർ. നിങ്ങൾ അവളെ സഹായിച്ചിരുന്നോ? ഡിഡ് യു ഹെൽപ്പ് ഹർ? അവളെ സഹായിച്ചിരുന്നോ എന്ന് കിട്ടുകയുണ്ടായി. ഓക്കെ, നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഹി കംസ് ഹിയർ ഡെയിലി. അവൻ ഇവിടെ ദിവസേന വരാറുണ്ട്, പതിവായി വരാറുണ്ട് എന്നുള്ളതാണ്. ഇനി പതിവായി വരാറുണ്ടോ എന്നുള്ളതാണ് ഉണ്ടാക്കാൻ പോകുന്ന ചോദ്യം. ഇവിടെ ഈ സെൻറ്റൻസിൽ കംസ് എന്ന ാണ് വെർബ്. ഹെൽപ്പിംഗ് വെർബ് ഇല്ല. അതുകൊണ്ട് കംസ് എന്ന വെർബ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷനാണ്. രണ്ട് വെർബുകളുടെ ഒരു കോമ്പിനേഷനാണ്. ഡസ് പ്ലസ് കം ആണ് കംസ് ആകുന്നത്. കം എന്നത് ഡസ് പ്ലസ് കം ആണ്. ഇങ്ങനെ ചെയ്തത് ഇതിനെ സിംഗുലർ ആക്കാൻ വേണ്ടിയിട്ട്. ഈ എന്നത് ഏകവചനമായതുകൊണ്ട് ഈ വെർബിനെ സിംഗുലർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡസ് ആഡ് ചെയ്തത്. അപ്പോൾ ഹി കംസ് എന്നത് കംസ് ഈസ് ഈക്വൽ ടു ഡസ് കം എന്നായി. ഇപ്പോൾ നമുക്കൊരു ഹെൽപ്പിംഗ് വെർബ് കിട്ടി. സോ ഡസ്, അതിനുശേഷം ഏത് വരണം? ഹെൽപ്പിംഗ് വെർബിന് ശേഷം സബ്ജക്റ്റ് വരണം. ഡസ് ഹി, പിന്നീട് വെർബ് വരണം. ഈ വെർബ് വരുമ്പോൾ കംസ് എന്ന വാക്ക് ഇവിടെ വരുമോ? ഇല്ല. എന്താണെന്ന് വെച്ചാൽ എസ് ഈസ് ഈക്വൽ ടു കംസ് ആണ്. പിന്നെ അവശേഷിക്കുന്നത് കം ആണ്. സോ കം. ഡസ് ഹി കം ഹിയർ ഡെയിലി. അവനിവിടെ ദിവസേന വരാറുണ്ടോ എന്ന ഉത്തരം നമുക്ക് കിട്ടുകയുണ്ടായി. ഓക്കെ, ലെറ്റ് us see one more example. We come here daily. ഇവിടെ കംസും കമ്മും തമ്മിലുള്ള വ്യത്യാസമാണ്. കംസ് ഏകവചനവും കം ബഹുവചനവുമാണ്. അവിടെ പിന്നെ ഏകവചനത്തോടു കൂടി ഏകവചനം ഉപയോഗിച്ച് ബഹുവചനത്തോടു കൂടി ബഹുവചനം. അതാണ് സിംഗുലർ വിത്ത് സിംഗുലർ, പ്ലൂറൽ വിത്ത് പ്ലൂറൽ. വി കം. കം ഈസ് എ പ്ലൂറൽ ഫോം ഓഫ് വെർബ്. ഇത് ഡിവൈഡ് ചെയ്യുന്നു. കമ്മിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കം എന്ന് നമുക്ക് ഉത്തരം കിട്ടും. കം ഡു കം ആവുന്നു. നമ്മളിതിന് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഹെൽപ്പിംഗ് വെർബ് ഇവിടെ കൊണ്ടുവരുന്നു ഡു. അതിനുശേഷം വരേണ്ടത് വെർബാണ്. പിന്നെ ഹെൽപ്പിംഗ് വെർബിന് ശേഷം ഹെൽപ്പിംഗ് വെർബിനെ നമ്മൾ ആദ്യം കൊണ്ടുവരുന്നു. അതിനുശേഷം നമുക്ക് സബ്ജക്റ്റിനെ കൊണ്ടുവരണം. ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് വി ആണ്. ഡു വി. സബ്ജക്റ്റിന് ശേഷം ഏത് വരണം? വെർബ് വരണം. കം. ഡു വി കം ഹിയർ ഡെയിലി. ഞങ്ങളിവിടെ ദിവസേന വരാറുണ്ടോ എന്നുള്ള ഉത്തരം കിട്ടി. ഓക്കെ, നെക്സ്റ്റ്. യു കെയിം ഹിയർ യെസ്റ്റർഡേ. നിങ്ങൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു. യു കെയിം ഹിയർ യെസ്റ്റർഡേ. ഇവിടെ കെയിം എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ്. ഓക്കെ, ഈ കെയിം എന്ന വെർബിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിഡ് കം എന്നാകും. ഡിഡ് കം ഈസ് ഈക്വൽ ടു കെയിം. ഡിഡ് കം എന്ന രണ്ട് വാക്കുകളെ ഒരുമിക്കുമ്പോഴാണ് കെയിം എന്ന് വാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ഡിഡ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കും. അതിനുശേഷം സബ്ജക്റ്റ്, ഈ സെൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് യു ആണ്. ഡിഡ് യു. പിന്നീട് ഏതാണ്? കം എന്ന വെർബാണ് വരേണ്ടത്. ഇവിടെ ഡിഡ് കം. ഓൾറെഡി നമ്മൾ ഡിഡ് എന്നത് ഉപയോഗിച്ചത് കൊണ്ട് ഇനി അവശേഷിക്കുന്ന കം ആണ്. ഡിഡ് കം. ഡിഡ് യു കം ഹിയർ യെസ്റ്റർഡേ. നിങ്ങൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? നേരിട്ട് ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്ത ഒരു സെൻറ്റൻസിന് പിന്നെ ചോദ്യമാക്കി മാറ്റുന്നുണ്ട്. നമ്മൾ നേരിട്ട് ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്ത ഒരു സെൻറ്റൻസ് ചോദ്യമാക്കി മാറ്റും. നമ്മൾ മെയിൻ വെർബിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ
നമുക്ക് കിട്ടുന്നത് ഡു ഡസ് ഡിഡ് എന്നാണ്. ഡു ഡസ് ഡിഡ് എന്നാണ്. അത് പ്രസന്റ് ടെൻസിൽ സിംഗുലർ ആണെങ്കിൽ ഡസ് എന്നും, പ്രസന്റ് ടെൻസിൽ പ്ലൂറൽ ആണെങ്കിൽ ഡു എന്നും, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് എന്നും കിട്ടും. ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡ്. ഇപ്പോൾ പിന്നെ ഈ ഡു ഡസ് ഡിഡ് എന്ന വാക്കുകൾ ഇനിയും വിവിധ തരത്തിൽ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കപ്പെടുന്ന വെർബുകളിലൊന്നാണ് ഡു ഡസ് ഡിഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡു ഡസ് ഡിഡ് ഉപയോഗിച്ച് നെഗറ്റീവ് ഉണ്ടാക്കി. ഈ ക്ലാസ്സിൽ നമ്മൾ ഡു ഡസ് ഉപയോഗിച്ച് ചോദ്യമുണ്ടാക്കി. വീണ്ടും ഡു ഡസിൻ്റെ ഉപയോഗങ്ങൾ, വ്യത്യസ്തമായ ഉപയോഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലമർത്തുവാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമുക്ക് ഒരു മണിക്കൂറിൽ ഇംഗ്ലീഷ് പഠിക്കാം, അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം, അല്ലെങ്കിൽ ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് പഠിക്കാം. ഇങ്ങനെ ഒട്ടനവധി വ്യാഖ്യാനങ്ങൾ, ഒട്ടനവധി വിശദീകരണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന രീതി എന്ന് പറയുന്നത്, ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിൻ്റെ അത്രയും വിഷമമുള്ള ഗ്രാമറൊന്നും മാത്രമല്ല, അസാധ്യമായ കാര്യമൊന്നുമല്ല. ഇനി നമ്മൾ ഗ്രാമർ ഇത് നമുക്ക് പഠിക്കാൻ വലിയ വിഷമമുള്ള കാര്യങ്ങളൊന്നും. അതുകൊണ്ട് നമ്മളതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുന്ന പക്ഷം 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് നമ്മൾ പറയുന്ന സെന്റൻസ് ശരിയാണെന്നുള്ള ധൈര്യം നമുക്ക് തരാൻ കഴിയും, യാതൊരു സംശയമില്ല. മറിച്ച് നിങ്ങൾ കൂടുതൽ വാക്കുകൾ സമാഹരിക്കുക എന്നുള്ള ഒരു പണിയെ നിങ്ങൾക്ക് അവശേഷിക്കുന്നുള്ളൂ. നിങ്ങൾ എത്രമാത്രം വാക്കുകൾ നിങ്ങൾ കൂടുതൽ പഠിക്കാൻ കഴിയുന്നോ അത്രമാത്രം കളർഫുള്ളായിട്ട് നിങ്ങൾക്ക് ഭാഷ ഉപയോഗിക്കാൻ കഴിയും. തെറ്റുകൂടാതെ ഭാഷ ഉപയോഗിക്കാനുള്ള ഗ്രമാറ്റിക്കലായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് തുടർച്ചയായി അറ്റൻഡ് ചെയ്യുന്ന പക്ഷം യാതൊരു സംശയം കൂടാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ക്ലാസ് കാണുക, ഈ ക്ലാസ് മറ്റുള്ളവരെ കൂടെ കാണാൻ പ്രേരിപ്പിക്കുക. ഓക്കെ, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഒരുപക്ഷെ നിങ്ങൾക്കിത് അറിയാവുന്ന വിഷയമാണെങ്കിൽ നിങ്ങൾക്കറിയില്ലാത്ത ആളുകൾക്ക് ഇത് ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനും ബെല്ലമർത്താനും ഒന്നും മറക്കാതിരിക്കുക. ഓക്കെ, ബൈ. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.